എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്കൊരു കുട്ടി ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അവൾ എറണാകുളത്താണ്, നിങ്ങൾക്ക് അറിയാം, നീത്തൂനെ. അപ്പോൾ ഒരു ഗിഫ്റ്റ് സർപ്രൈസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അവൾ സർപ്രൈസ് ആവുമെന്നാണ് എൻ്റെ ഒരു വിചാരം. വിഷ്ണു ഇന്ന് വൈകിട്ട് എറണാകുളത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്യൂസ്ഡേ ആണ് അവളുടെ ബർത്ത്ഡേ. അപ്പോൾ അവൻ മൺഡേ കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു അടിയന്തര സാഹചര്യത്തിലാണ് ഇന്നലെ പോയി വേഗം ഗിഫ്റ്റ് വാങ്ങിയിട്ട് കൊടുക്കാന്നുള്ള പ്ലാൻ ഇട്ടത് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ കൊറിയർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം കൊറിയർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അവൻ പോകുന്നുണ്ട്. അത് ഭയങ്കര ലക്കിന് കിട്ടിയതായിരുന്നു കേട്ടോ. ഞാൻ ആകെ ഷോക്കായിട്ട് ഇരിക്കുമായിരുന്നു, ഭയങ്കര സാഡ് അടിച്ച്. അപ്പോഴാണ് അവൻ പറഞ്ഞത് അവൻ എന്തായാലും എറണാകുളത്ത് പോകുന്നുണ്ട്, അപ്പോൾ അവൻ കൊണ്ട് കൊടുത്തോളാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും പോയിട്ട് ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. ട്രെൻഡ്സിലാണ് നമ്മൾ പോകുന്നത്. എന്തെങ്കിലും ഡ്രസ്സ് അങ്ങനത്തെ എന്തെങ്കിലും എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ എന്ത് കൊടുക്കാനാണ് എനിക്കറിയത്തില്ല. ഡ്രസ്സാകുമ്പോൾ പിന്നെ അവൾ എന്തായാലും ഇടുമല്ലോ. അപ്പം ഞാനും വിഷ്ണുവും കൂടെ ഉണ്ടോ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം എത്രയെന്ന് വലിയ ധാരണയൊന്നുമില്ല, 11 മണിയാവാനായിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് 10:30 ഇറങ്ങുന്നതാണ്. സമയം വൈകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം പോട്ടെ കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്താണ് എടുക്കാൻ പോകുന്നത്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് എടക്കര ട്രെൻഡ്സിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്തോ പുതിയ ഓഫർ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒടുക്കത്തെ വെയിലായിരുന്നു, വെയിൽ കൊണ്ട് കരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വേഗം തന്നെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ അവർക്ക് ടോപ്പ് കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പും ഒരു കുർത്തി എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ എനിക്ക് ഒരു സാധനം പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ നോക്കി ഡ്രസ്സ് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും മോഡൽ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് ഓരോന്ന് നോക്കുമായിരുന്നു കേട്ടോ. ഇതെനിക്ക് കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു. ഓക്കെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ ഇത് എക്സൽ ആണ് സൈസ്. അവളാണെങ്കിൽ എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ. ചില ഡ്രസ്സിന് സ്മോൾ ഇടും. പക്ഷേങ്കിൽ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കെന്തോ മനസ്സിനൊരു സംതൃപ്തി എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് വരുന്നേ ഉണ്ടായിരുന്നില്ല. എന്തെടുത്താലും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് ഭംഗി ഉണ്ടാവില്ല. ഏറ്റവും നല്ലത് കൊടുക്കണം എന്നല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനം കൊടുക്കാനാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എനിക്ക് ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അവിടെ. പിന്നെ കുറേ ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കുഴപ്പമില്ല, പക്ഷെ അവളുടെ ഒരു ടേസ്റ്റ് ഇങ്ങനെ എനിക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ അവളെങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഏറ്റവും പാവം തോന്നുന്നത് വിഷ്ണുവിൻ്റെ അവസ്ഥയിലാണ്. അവൻ എന്നെ കൊണ്ടുവന്ന് കുടുങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാനാണെങ്കിൽ തെരഞ്ഞ് നടക്കുക. എനിക്കാണ് തലപ്രാന്തൊക്കെ വന്നിട്ട് തല ചോർന്നിട്ടാണ് അവസാനം ഞാൻ ഡ്രസ്സ് തപ്പിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഏതെങ്കിലും ഡ്രസ്സ് നല്ല ഭംഗിയുള്ളത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കുമായിരുന്നു. പണ്ടൊക്കെ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു ട്രെൻഡ്സിൽ, നല്ല ഭംഗിയുള്ള ഫ്രോക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനത്തെ ഒന്നും വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇനി ഇത് ചെറിയ ഷോപ്പ് ആയതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു പിങ്ക് വലിയ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ദൂരം നിന്ന് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് എടുത്തപ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം ഞാനത് അവിടെ തന്നെ കൊണ്ടുവച്ചു വിടും. പിന്നെ ഒരു ടാങ്ക് ടോപ്പ് എടുത്തിട്ടാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കിട്ടാത്തതുകൊണ്ട് പിന്നെ നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നിലമ്പൂർ ട്രെൻഡ്സിലേക്കാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നിലമ്പൂർ സ്റ്റുഡിയോയിലും ട്രെൻഡ്സിലെത്തിയിരിക്കുകയാണ്. എടക്കര ട്രെൻഡ്സിലൊന്നുമില്ല, ആകെ ഒരു ടാങ്ക് ടോപ്പ് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഒടുക്കത്തെ വെയിലാണ്ട് കരിഞ്ഞു പോയിന്നാ തോന്നുന്നു. എന്തായാലും ഉള്ളിൽ കയറിപ്പോട്ടെ. ഇവിടെ ചെന്നത് ഞാൻ നേരെ പോയത് നമ്മുടെ കുർത്ത സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കുർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഈ സൈഡിലൊരു വർക്ക് ഉണ്ട് കേട്ടോ. അത് പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു. ഞാൻ വിരലും കൊണ്ട് ഇങ്ങനെ തട്ടി നോക്കുമ്പോഴേ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ പരതി നടന്ന് ഫൈനലി 2 കുർത്ത അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇത് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് അതിൽ കാണിക്കുന്നുണ്ട്. വിഷ്ണുവിന് ജയിലിൽ നിന്ന് മോചനം കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. കാരണം അവൻ്റെ കൂടെ മണിക്കൂറുകളായിട്ട് നടക്കുമായിരുന്നു കേട്ടോ. ക്യാമറയും ബാഗും അത് ഇതൊക്കെ തൂക്കി അവൻ്റെ പുറകെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ ഇഷ്ടപ്പെട്ട മാതിരത്തെ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ വാങ്ങിയിരിക്കുകയാണ്. വിഷ്ണുവിന് ശ്വാസം കിട്ടിക്കാണ്. അവൻ എൻ്റെ ഒപ്പം നടന്ന് ക്ഷീണിച്ചു. ഞാൻ 2 കുർത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എടുത്തത് ഏതാണെന്നൊക്കെ ഉള്ളത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. പിന്നെ ഒരു ടാങ്ക് ടോപ്പുമാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും നേരെ വീട്ടിലേക്കാണ്. വീട്ടിലെത്തിയിട്ട് കാണാം. ഭയങ്കര വെയിലാണ്, സഹിക്കാൻ പറ്റില്ല, ശ്വാസം മുട്ടുന്നു. നമ്മളിപ്പോൾ വെള്ളം കുടിക്കാൻ പോവുകയാണ്. ഇത് ചന്തക്കുന്നുള്ള ബുഡോക്കൺ കോർണറാണ്. എടാ, ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരികടാ. ഇത് നല്ല രസമുണ്ട് ഇവിടെ സംഭവം കാണാൻ വേണ്ടിയിട്ട്. കുറേ രൂപങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവർ. ഊഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുമോ? അല്ലേ, ഇത് പിടിച്ചോ. ഇവിടെ ഇത് കൊള്ളാം ഗായ്സ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ മതിയാടാ.
ഇത് കൊള്ളാട്ടെ, ഒരു അടിപൊളി സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി. ഇത് പൊട്ടു ചാടൂലല്ലോടാ. ഞാൻ ഊഞ്ഞാലിരുന്ന് ആടാൻ പോവാണ്. സംഭവം ഞാനിവിടെ ഇത് പറഞ്ഞു കേട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഇരിക്കേണ്ട എന്താ വെച്ചാൽ നോർമലി നമ്മളൊരു പ്രകൃതി രമണീയതയിൽ ഇരിക്കുക എന്നാടാ. എൻ്റെ കയ്യിലുണ്ട്. മറ്റേ ഇരിക്കേണ്ട ഇങ്ങനെ കവറിങ് ഒന്നല്ല, ഫുള്ള് മരത്തിൻ്റെ ഇടയിലാട്ടോ നമ്മൾ ഇരിക്കുന്നതൊക്കെ. ഓരോരോ സെക്ഷനാക്കി ഒരു വെച്ചിട്ടുണ്ട്. ഇവിടെ 2 കുട്ടി ഊഞ്ഞാലുണ്ട്. ഒരുപാട് കാലം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ. പുറത്ത് നോക്കുമ്പോൾ നോർമലി ഒരു കൂൾബാർ പോലെ തന്നെ, ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ കയറി വരാൻ പറ്റും. എന്താ ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കേണ്ട സീറ്റുണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എൻ്റെ സഞ്ജു എന്നെ കൊണ്ട് വരുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് എത്തി. ഇതെന്ത് മൊജിറ്റോ ആടാ? വാട്ടർ മെലൻ്റെ മൊജിറ്റോ ഉണ്ടോ. പിന്നെ ഇത് മാംഗോ ജ്യൂസാണ്. പിന്നെ 2 പേർക്ക് കഴിച്ച വിഷ്ണു ധൈര്യമായിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. സാമഗ്രിയൊക്കെ വാങ്ങിയിട്ട്. ഇതെന്താ കവറിൻ്റെ കളർ വരെ പോയി. ഇതെന്താ ഒരു പഴയ കവറാണോ? നമ്മൾ 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു 1:45 2 മണിയാവാനായപ്പോഴാണ് വീട്ടിലെത്തിയത്. ഫുള്ള് കറക്കുമായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ നിലമ്പൂർ എടക്കര ടൺസിൽ ടൺസിലാണ് പോയത്. പിന്നെ അവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ട് നിലമ്പൂർ ടൺസിൽ പോയിട്ട്. എടക്കരയിൽ നിന്ന് എനിക്ക് ഈ ടാങ്ക് ടോപ്പ് മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് വൺ ഈ ടാങ്ക് ടോപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പിങ്ക് ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് കളറാണ്. ഇതിൻ്റെ അവളെ എക്സ്ട്രാ സ്മോൾ ആണ് സൈസ്. ചിലതിൽ സ്മോളാണ്, പക്ഷേ എനിക്ക് ഇത് മീഡിയം കിട്ടിയിട്ടുള്ളത്. ഇത് കുറച്ച് ഫിറ്റായിട്ട് കിടക്കുന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഒന്ന് ഈ ഒരു പിങ്ക് കുർത്തിയാണ് കേട്ടോ. അവൾക്ക് കുർത്തി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പിങ്ക് കുർത്തിയാണ് വാങ്ങിച്ചിട്ടുള്ളത്, സിമ്പിളായിട്ടുള്ള. പിന്നെ ഞാൻ ഈ ഒരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് ട്രാൻസ്പെറൻറ്റ് പോലെ അല്ല, എന്നാലൊരു കൊള്ളാം. എനിക്ക് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഇതാണ്. ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അവൾക്ക് സർപ്രൈസ് ആവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണെന്നുള്ള വിവരമൊക്കെ ഞാൻ നിങ്ങളെ വഴി അറിയിക്കുന്നതാണ്. ചെറിയ വെയിൽ കൊണ്ട് കറുത്തുപോയി, ഒരുമാതിരി കോലമായിപ്പോയി, അത്ര ക്ഷീണിച്ചു പോയി. അപ്പം ഞാൻ ചുങ്കത്തിലെത്തിയപ്പോൾ ഒരു ഫാൻസി കടയിൽ നിന്ന് ഇതേപോലത്തെ ഒരു പൊതി, ഇതല്ലേ ഉദ്ദേശിച്ചത്, പക്ഷെ ഇങ്ങനത്തെ ഗിഫ്റ്റ് പൊതി ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൺഡേ ആയതുകൊണ്ട് അധികം കടയും തുറന്നിട്ടില്ലേ. പിന്നെ ഈ ഒരു ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് പൊതിഞ്ഞ് വെക്കാനുള്ള ബോക്സ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കവറിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ പൊതിഞ്ഞാൽ പറയടാ. ഞാൻ വിഷ്ണു ഉണ്ട് ഇവിടെ. അപ്പം ഈ കവറിൽ തന്നെ വെച്ചിട്ട് പൊതിയാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കട്ടെ, ആദ്യം ഇത് നല്ല നീറ്റായിട്ടൊന്ന് മടക്കണം. അവൾ എന്തായാലും അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കുമായിരിക്കും. അത് എടുക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ എന്തായാലും. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവൾക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റും അവൾ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം മറന്നടാ, നമ്മള് കാർഡ് വാങ്ങിച്ചില്ലേ ബർത്ത്ഡേന്റെ ഷോ, അത് വാങ്ങിക്കണമെന്ന് പോയപ്പോൾ ഓർത്തതാ. സാരമില്ല. ഓ, ഇതിൽ ചെറിയൊരു പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സാധനം കൊള്ളാൻ എനിക്ക് ഇഷ്ടമായി. ഇത് ഞാൻ എക്സ്ട്രാ സ്മോൾ ആണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ കൊള്ളണം എന്നാണ് എൻ്റെ നിഗമനം. ഇതൊക്കെ നമുക്ക് കൊള്ളും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്താന്ന് നമുക്ക് എന്തായാലും വഴിയെ നോക്കാം. പെട്ടില്ല ഇവിടെ. ഷർട്ട് ആർക്ക് വാങ്ങിയ ഷർട്ടിന്റെ ബോക്സാ കിട്ടണ്ടേ, പക്ഷെ അതില്ല. യെസ്, നീ കണ്ടിട്ടുണ്ടോ ഇവിടെ? വാങ്ങിക്കൊടുന്ന മാഷിനൊക്കെ കൊടുത്തു വിടല്ലേ, ബോക്സോടെ അല്ലേ കൊടുത്തു വിടുന്നേ. ബോക്സ് ഇല്ല ഇവിടെ. ഇപ്പൊ വിഷ്ണു പറയുന്നു ഇതിൽ പൊതിഞ്ഞ അത്ര വലിയ രസമില്ലാന്ന്. പിന്നെ അവക്കല്ലേ, അവളത് അഡ്ജസ്റ്റ് ചെയ്തോളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊതിഞ്ഞത് കാണുന്നത് ഭയങ്കര കോമഡി ആയിപ്പോയി. പക്ഷെ പിന്നെ അവള് വീഡിയോ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് ഇത് ഇത്ര ബോറായെന്ന് എനിക്ക് മനസ്സിലായത്. ഭയങ്കര ദാരിദ്ര്യത്തിലെ ഞാൻ പൊതിഞ്ഞെടുത്ത്. ഞാൻ എന്ത് അന്തം വിട്ട് പൊതിഞ്ഞാന്ന് എനിക്ക് അറിയത്തില്ല. അവളൊന്നും വിചാരിക്കൊന്നുമില്ല. ഇപ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യണം, സ്നേഹം കൊണ്ടല്ലേ. അവൾക്ക് എന്നോട് സ്നേഹം, അതുകൊണ്ട് ഞാൻ എങ്ങനെ കൊടുത്താലും അവൾക്ക് ഇഷ്ടപ്പെടും. ഇത് കൊള്ളു. അവള് ചെറിയ കുഞ്ഞാവള്.
പക്ഷേ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ തന്നെ പറ, ഇത് വലിയ രസമില്ലല്ലേ, പഴയ പക്ഷേ നീ അല്ലേ ഇത് മതി എന്ന് പറഞ്ഞ ഇവർ വിഷ്ണു ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് എടുത്തപ്പോഴേ പറഞ്ഞത് രസമില്ല, കുളത്തിലൊന്നും ഇത് മതി, ഇത് പൊതിഞ്ഞു കൊടുക്കാനല്ലേ, ഇതൊക്കെ മതി എന്ന് പറഞ്ഞു. പക്ഷെ അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നല്ല സാരമില്ല. ഒന്നും ഓർമ്മയില്ല. എന്റെ റിലേ അടിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാം കത്തിപ്പോയി. ഇത് റിലേ പോയത് എനിക്ക് നല്ല ഇതുണ്ട്. ഇങ്ങനെ ഇപ്പൊ രസമായിട്ടോ ഗിഫ്റ്റ്. പക്ഷെ ബേർഡേന്റെ കാർഡ് കൊടുത്തില്ല, അവര് വലിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ടെക്നിക്ക് അപ്പം ഇങ്ങനെയുണ്ട് ഞാൻ ഗിഫ്റ്റ് ഫൈനലി പൊതിഞ്ഞിട്ടുള്ളത്. പിന്നെ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയ ലെറ്റർ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡയറിയിൽ നിന്ന് ഒരു പേജ് മുറിച്ചിട്ട് ജസ്റ്റ് ഒരു കോട്ട്സൊക്കെ എഴുതി അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ഡൗട്ടായിരുന്നു കേട്ടോ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. എനിക്ക് അറിയില്ല, ഞാൻ ഫുൾ കിളി പാറിയൊരു അവസ്ഥയായിരുന്നു. ഫൈനലി ഞാൻ വിഷ്ണുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഗിഫ്റ്റ്. നീ വൃത്തിക്ക് കൊടുത്താണല്ലോ, എന്നെ കൊലവറിയായിരിക്കും ഇവിടെ. വിഷ്ണുവിനെ ഫൈനലി ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ലെറ്ററും ഞാൻ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് അത് കീറിയിട്ട് ജസ്റ്റ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തുട്ടോ. ചിലപ്പോൾ ഇവൻ മാറി എവിടെയെങ്കിലും പോകുമെന്ന് അറിയത്തില്ല. അഥവാ പോയാലും ഒരു കുട്ടി പേപ്പറുണ്ട്, അത് ഞാൻ ഡയറിയിൽ ഓഗസ്റ്റ് 20 എന്നുള്ള പേജ് തന്നെ കീറി അതിൽ തന്നെ എഴുതിയിട്ട് കൊടുത്തു കേട്ടോ. അതൊരു രസമായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഡയറിയിൽ നിന്ന് അതേ പേജ് കീറിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഡേറ്റിൻ്റെ തന്നെ പേപ്പർ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ.